കേരളം കണികൊണ്ടുണരുന്ന നന്മ എന്ന ടാഗ്ലൈൻ മലയാളികളുടെ മനസ്സിൽ പതിയാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. എന്നാൽ രാവിലെ ഉറക്കമെഴുന്നേറ്റ് ഒരു കൈയിൽ ചൂട് ചായയും മറുകൈയിൽ പത്രവുമായിട്ട് വായിക്കാനിരിക്കുന്ന സുഖം അത് വേറെ തന്നെയാണ്. എന്നാൽ ഇനി സാധാരണക്കാരന്റെ വീട്ടിൽ ചായ കൂടി മുട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി കട്ടൻ ചായയിലേക്ക് മാറേണ്ടി വരുമോ എന്നൊരു ചോദ്യമാണ് സാധാരണക്കാരായുള്ള ജനങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിൽ വില വർധനവ് വലിയ രീതിയിൽ തന്നെയുണ്ട്. അതായത് മിൽമ പാലിന്റെ വില കൂട്ടി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മിൽമയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗത്തിലാണ് അന്തിമമായ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 4 രൂപയാണ് കൂട്ടിയത്. ഇതോടെ സംസ്ഥാനത്ത് മിൽമ പാൽ 1 ലിറ്ററിന് 56 രൂപയായി ഉയരും. ഏറെ നാളായി ക്ഷീര കർഷക സംഘടനകളും സൊസൈറ്റികളും ആവശ്യപ്പെടുന്നതാണ് ഈ വില വർധനവ്. പുതുക്കിയ വർധനവ് പ്രകാരമുള്ള തുകയിൽ 83.75% വിഹിതവും ക്ഷീര കർഷകർക്ക് ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 6.25% വീതം സൊസൈറ്റികൾക്കും ഡീലർമാർക്കും നൽകും. 2.5% മിൽമയ്ക്കും 75% ക്ഷേമനിധിയിലേക്കും മാറ്റിവെക്കുകയാണ് ചെയ്യുക. ശേഷിക്കുന്ന 5% പ്ലാസ്റ്റിക് നീക്കം ചെയ്യൽ പ്രക്രിയകൾക്കും നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വില വർധനവ് കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിമാസ ഭക്ഷണ ചെലവ് വർദ്ധിപ്പിക്കും. അടുത്ത മാസം 1-ാം തീയതി മുതലാണ് ഈ വില വർധനവ് പ്രാബല്യത്തിൽ വരിക. 3 വർഷത്തിന് ശേഷമാണ് പാൽ വിലയിൽ വർധനവ് ഉണ്ടാകാൻ പോകുന്നത്. കാലിത്തീറ്റയുടെയും കൂലിയുടെയും വർധനവ് കാരണം പ്രയാസത്തിലായിരുന്ന ക്ഷീര കർഷകരുടെയും പ്രാദേശിക യൂണിയനുകളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിന് ശേഷമാണ് ഈ തീരുമാനമുണ്ടായത്. വർധനവിലൂടെ ലഭിക്കുന്ന അധിക വരുമാനത്തിന്റെ ഭൂരിഭാഗവും കർഷകർക്ക് ലഭിക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. നേരത്തെ ഈ മാസം ആദ്യം തിരുവനന്തപുരത്ത് ചേർന്ന മിൽമ ബോർഡ് യോഗത്തിലായിരുന്നു വില വർധനവ് അംഗീകരിച്ചത്. 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാർ അന്ന് പരിഗണിച്ചത്. എന്നാൽ ഒടുവിൽ സംസ്ഥാനത്തുടനീളം ലിറ്ററിന് 4 രൂപ ഏകീകൃത വർധനവിന് അനുമതി നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം കാരണം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ താത്കാലികമായി വൈകുകയായിരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മിൽമ പാലിന്റെ വില വർധനവ് പ്രഖ്യാപിച്ചത്. ജൂൺ 1 മുതലായിരിക്കും പുതുക്കിയ വില സംസ്ഥാനത്തുടനീളം പ്രാബല്യത്തിൽ വരിക എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വില വർദ്ധിപ്പിക്കൽ നടപടികളിലേക്ക് ആദ്യമായി മിൽമ കടക്കുന്നത്. അതിനു പിന്നാലെ വിഷയത്തിൽ 3-അംഗ പഠന സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പാലിന് വില വർദ്ധിക്കുന്നതോടെ മിൽമ പുറത്തിറക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില വർദ്ധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ വിശദാംശങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തു വന്നേക്കുമെന്നാണ് സൂചന. കടുത്ത വരൾച്ചയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വില ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മേഖലാ യൂണിയനുകൾക്ക് പാൽ വിൽപ്പനയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പാൽ ഉൽപാദന ചെലവ് ഏറിയതിനാലും വരുമാനം കുറഞ്ഞതിനാലും കേരളത്തിലെ ക്ഷീര കർഷകർ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പാൽ വില വർധനവ് അത്യന്തം അനിവാര്യമാണെന്നാണ് മിൽമ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. മിൽമയുടെ വില, അതായത് പാൽ വില വർദ്ധിക്കുന്നതോടുകൂടി മിൽമയുടെ മറ്റ് ഉൽപ്പന്നങ്ങൾക്കും, അതായത് ഐസ്ക്രീം ഉൾപ്പെടെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടുകൂടി കാറ്ററിംഗ് സർവീസുകാർക്കും ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതിലും വലിയ രീതിയിലുള്ള ഒരു വില വർധനവ് അതിലും പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് മൊത്തത്തിൽ വിപണിയിൽ ചായക്കടകളിലും അടക്കം വലിയ രീതിയിലുള്ള വില വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടും കൂടും. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പോക്കറ്റ് കീറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.